ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 37ാമത്തെ കഥയുടെ 6ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഷണ്ടൻ ബുഖായത്ത് പറഞ്ഞ കഥ. ഖലീഫയുടെ അനുവാദത്തോടെ കുലൂബ് തൻ്റെ പ്രിയപ്പെട്ട ഖാനിമിനെ അന്വേഷിച്ച് പോകുന്നിടത്താണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. ആഭരണ വ്യാപാരിയായ ഷെയ്ഖ് തൻ്റെ വീട്ടിൽ ഒരു യുവാവിനെ പരിചരിക്കുന്നുണ്ടെന്നറിഞ്ഞ് കുലൂബ് അയാളെ കാണാൻ ധൃതി കാണിച്ചു. വഴി കാണിക്കാൻ ഒരു കുട്ടിയോടൊപ്പം ഷെയ്ഖ് അവളെ തൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഷെയ്ഖിൻ്റെ ഭാര്യ കുലൂബിനെ തിരിച്ചറിഞ്ഞു. അമ്മേ, ഒരപരിചിതൻ ഇവിടെ സുഖമില്ലാതെ കിടക്കുന്നുണ്ടല്ലോ, അയാളെ കാണാനാണ് ഞാൻ വന്നത്, കുലൂബ് പറഞ്ഞു. അകത്തേക്ക് വരൂ, അയാൾ അതാ ആ കട്ടിലിൽ കിടക്കുന്നു. നല്ല കുടുംബത്തിൽ പിറന്നവനാണെന്ന് ഒട്ടും സംശയമില്ല എന്ന് പറഞ്ഞ് ഷെയ്ഖിൻ്റെ ഭാര്യ കുലൂബിനെ സ്വാഗതം ചെയ്തു. കുലൂബ് രോഗിയുടെ അടുത്ത് ചെന്ന് നോക്കിയെങ്കിലും ആ അവസ്ഥയിൽ അവൾക്ക് തൻ്റെ ഖാനിമിനെ മനസ്സിലായില്ല. എങ്കിലും അയാളുടെ പേരിൽ സഹതാപം തോന്നി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം വീട്ടമ്മയ്ക്ക് കൊടുത്ത് രോഗിക്ക് ആവശ്യമായ ശുശ്രൂഷകൾ നൽകാൻ നിർദ്ദേശിച്ചു. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് അവർ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. കമ്പോളത്തിലും മറ്റു പൊതുസ്ഥലങ്ങളിലും കുലൂബ് തൻ്റെ ഖാനിമിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ആഭരണ വ്യാപാര കേന്ദ്രത്തിലെ ഷെയ്ഖ് അവളോട് പറഞ്ഞു, ബാഗ്ദാദിൽ കണ്ടുമുട്ടുന്ന അപരിചിതർ ആരായാലും അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കണമെന്ന് യജമാനത്തി പറഞ്ഞിരുന്നുവല്ലോ. ഇന്നലെ ഒരമ്മയും മകളും ഇവിടെ വന്നു. കുടുംബത്തിൽ പിറന്നവരെങ്കിലും യാചക വേഷത്തിലായിരുന്നു അവർ. അവരെവിടെ? കുലൂബ് ചോദിച്ചു. ഷെയ്ഖ് ആ സ്ത്രീകളെ വിളിച്ചു കൊണ്ടുവന്നു. ഇവർ അഭിജാതരാണ്, ജീവിതക്ലേശങ്ങൾ പരിചയിച്ചിട്ടുള്ളവരല്ല എന്ന് മനസ്സിൽ പറഞ്ഞ് കുലൂബ് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? ദമാസ്കസിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ ഖാനിമിനെ അന്വേഷിച്ച് പോവുകയാണ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവർ തൻ്റെ കാമുകൻ്റെ അമ്മയും സഹോദരിയുമാണെന്ന് കുലൂബിന് മനസ്സിലായി. കഥ ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ അവർ വീണ്ടും കഥ പറയാൻ തുടർന്നു. ഖാനിമിൻ്റെ അമ്മയെയും സഹോദരിയെയും വാരിപ്പുണർന്ന് കുലൂബ് പറഞ്ഞു, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങളുടെ കഷ്ടകാലം അവസാനിച്ചു. ഖാനിമിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഷെയ്ഖിന് 1000 ദിനാർ കൊടുത്തിട്ട് കുലൂബ് പറഞ്ഞു, ഇവരെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കണം. ഇവർക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ ഭാര്യയോട് പറയണം. ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം. പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. പിറ്റേ ദിവസം കുലൂബ് ഷെയ്ഖിൻ്റെ വീട്ടിലെത്തി. ഖാനിമിൻ്റെ അമ്മയും പെങ്ങളും സന്തോഷവതികളായിരുന്നു. കുറേ സമയം അവർ സംസാരിച്ചിരുന്നു. അവരൊന്നിച്ച് സുഖമില്ലാതെ കിടന്ന യുവാവിനെ സന്ദർശിച്ചു. അമ്മയ്ക്ക് പോലും പുത്രനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ സംസാരിച്ചു നിൽക്കെ ആരോ കുലൂബ് എന്ന് പേര് ഉച്ചരിച്ചു. അപ്പോൾ കട്ടിലിൽ കിടന്ന രോഗി കണ്ണു തുറന്നു. കുലൂബ്, നീ എവിടെ എന്ന് ചോദിച്ചു. ശബ്ദം കേട്ട കുലൂബ് ഖാനിമിനെ തിരിച്ചറിഞ്ഞു. ദൈവമേ, അങ്ങിൻ്റെ പ്രിയപ്പെട്ട ഖാനിമാണോ? ഞാൻ ഖാനിമാണ്. ദുർബലമായ ശബ്ദത്തിൽ മറുപടി കിട്ടിയപ്പോൾ എല്ലാവരും ആനന്ദസാഗരത്തിൽ ആറാടി. കുലൂബ് കാമുകനോട് കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. ഖലീഫ മാപ്പ് കൊടുത്ത കാര്യവും അറിയിച്ചു. അതുവരെ ദുഃഖത്താൽ മൃതപ്രായനായിരുന്ന യുവാവ് നമ്മുടെ വിവാഹത്തിന് ഖലീഫ സമ്മതം തന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷാധിക്യം കൊണ്ട് മരിച്ചു പോകുമെന്ന നിലയിലായി. ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് കുലൂബ് പുറത്തേക്കോടി. സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്ന് ഷെയ്ഖിന് കൊടുത്തു. ഇതുകൊണ്ട് ഖാനിമിൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും 1-ാം തരം ഉടുപ്പുകൾ വാങ്ങണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു. 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഖാനിമിൻ്റെ ക്ഷീണമെല്ലാം മാറി അയാൾ സ്നാനഘട്ടത്തിൽ പോയി കുളിച്ചു വന്നു. ഖാനിമിനെ കണ്ടെത്തിയ വിവരം കുലൂബ് ഖലീഫയെ അറിയിച്ചു. അയാളുടെ സുന്ദരിയായ സഹോദരിയുടെ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചു. ഖാനിമിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ എന്ന് ഖലീഫ ജാഫറിനോട് ആജ്ഞാപിച്ചു. ജാഫർ ഉടൻ പോയി ഖാനിമിനെ വിളിച്ചുകൊണ്ടുവന്നു. കൊട്ടാരത്തിൽ മന്ത്രിമാരുടെയും പ്രഭുക്കന്മാരുടെയും സാമന്തന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മധ്യത്തിൽ നിന്ന ഖലീഫയെ യുവാവ് താണു വണങ്ങി. ഈ സമയം നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ്
ഔചിത്യപൂർവം മൗനം പാലിച്ചു. അടുത്ത രാത്രി അവർ കഥ തുടർന്നു. ഖലീഫയ്ക്ക് ഖാനിമിനെ ഇഷ്ടമായി. നിന്റെ കഥ കേൾക്കട്ടെ, ഒന്നും ഒളിച്ചു വെക്കരുത് എന്ന് ഖലീഫ പറഞ്ഞപ്പോൾ ഖാനിം എല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അതെല്ലാം വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതോടെ യുവാവ് നിരപരാധിയാണെന്ന് ഖലീഫയ്ക്ക് ബോധ്യമായി. എന്നോട് ക്ഷമിക്കൂ, ഖലീഫ പറഞ്ഞു. അടിമയുടെ സ്വത്തെല്ലാം യജമാനന് അവകാശപ്പെട്ടതാണ് എന്നായിരുന്നു ഖാനിമിൻ്റെ മറുപടി. അത് കേട്ടപ്പോൾ ഖലീഫയ്ക്ക് തൃപ്തിയായി. ഖാനിമിന് കൊട്ടാരത്തിൽ ഉയർന്ന ഉദ്യോഗം നൽകി. താമസിക്കാൻ കൊട്ടാരവും വൃത്യജോലിക്ക് അടിമകളും അനുവദിച്ചു കൊടുത്തു. അമ്മയും സഹോദരിയും കുലൂബുമൊത്ത് ഖാനിം സുഖമായി താമസിച്ചു. സുന്ദരിയായ ഫിറ്റ്നയെ ഖലീഫ ഭാര്യയാക്കി. കുലൂബിൻ്റെയും ഫിറ്റ്നയുടെയും വിവാഹം ഒരേ ദിവസം തന്നെയാണ് നടന്നത്. ആദ്യ രാത്രി കഴിഞ്ഞ് സന്തുഷ്ടനായി മണിയറയിൽ നിന്ന് ഇറങ്ങി വന്ന ഖലീഫ കൊട്ടാരത്തിലെ ഗുമസ്തന്മാരെ വിളിപ്പിച്ചു. ഖാനിമിൻ്റെ കഥ നല്ല കയ്യക്ഷരത്തിൽ എഴുതി അടുത്ത തലമുറയ്ക്ക് മാർഗദർശനമാകാൻ വേണ്ടി കൊട്ടാരത്തിലെ ഗ്രന്ഥപുരയിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു. പ്രിയപ്പെട്ട രാജകുമാര, ഇപ്പോൾ പറഞ്ഞ കഥയേക്കാൾ രസകരമാണ് ധീരന്മാരായ ഉമറിൻ്റെയും പുത്രന്മാരുടെയും കഥ, ഷഹറസാദ് പറഞ്ഞു. ആ ധീരന്മാരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഷഹറസാദ്, അതുകൂടി പറയാമോ? ഷഹരിയാർ രാജാവ് ചോദിച്ചു. അപ്പോൾ ഷഹറസാദ് ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ പറയാൻ തുടങ്ങി. ആ കഥ കേൾക്കാൻ കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടൻ തന്നെ.